ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PSC മത്സര പരീക്ഷകളിലെ ഏറ്റവും റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഭാഗമായിട്ട് ഇന്ന് കറണ്ട് അഫയേഴ്സ് മാറിയിരിക്കുകയാണ്. കോർ സബ്ജക്റ്റിന്റെ അത്ര തന്നെ പ്രാധാന്യം നൽകുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ്. കാരണം 10th മുതൽ ഇനി ഡിഗ്രി ലെവൽ എക്സാംസിന് വരെയും ഏകദേശം 20ഓളം മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നത്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. എല്ലാ ദിവസവും പഠിച്ചു പോവുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയല്ല. നമുക്ക് എന്താണ് ഈ പറയുന്ന കുറെ പുതിയ പുതിയ വേർഡുകളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഡെയിലി നമ്മളത് നോക്കിപ്പോയാൽ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരു മാസത്തിൽ അവസാനമെങ്കിലും പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എടുത്ത് മാസത്തിൽ അവസാനം നിങ്ങൾക്ക് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസവും ഇതേപോലെ തന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മന്തിലെയും കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു പോകാം. അതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് അംഗമാവുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2024 മിസ് യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? ഓക്കെ, അപ്പോൾ 2024 മിസ് യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്ടോറിയ കെയർ തെയിൽവിഗ് എന്ന് പറയുന്ന ആളാണ് 2024 മിസ് യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കിയത്. ആരാണ്? വിക്ടോറിയ കെയർ തെയിൽവിഗ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. 2024 മിസ് യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കിയത് വിക്ടോറിയ കെയർ തെയിൽവിഗ് ആണ്. ഈ വിക്ടോറിയ കെയർ തെയിൽവിഗ് എന്ന് പറയുന്നത് പാവയോട് സാമ്യമുള്ളതിനാൽ ഈ യുവതിയെ പിന്നീട് വിളിച്ചത് ഹ്യൂമൻ ബാർബി എന്ന പേരിലാണ് ഈ യുവതി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വിക്ടോറിയ കെയർ തെയിൽവിഗ് ആണ്. വിക്ടോറിയ കെയർ തെയിൽവിഗ് എന്ന് പറയുന്നതിന് എന്താണ്, ഏത് വിശേഷണമാണ് നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ബാർബി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് പാവയോട് സാദൃശ്യമുള്ളതിനാലാണ് ഈ ആളെ എന്തെന്ന് വിളിക്കുന്നത്? ഹ്യൂമൻ ബാർബി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വിക്ടോറിയ തെയിൽവിഗ് എന്ന് പറയുന്ന ആള് ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡെൻമാർക്ക് സ്വദേശിനിയാണ്. ഓക്കെ, അപ്പോൾ ഡെൻമാർക്ക് സ്വദേശിനിയാണ് ആരെന്ന് പറയുന്നത്? വിക്ടോറിയ കെയർ തെയിൽവിഗ്. നമുക്കറിയാം 2024 മിസ് യൂണിവേഴ്സ് മത്സരങ്ങൾക്ക് വേദിയായത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെക്സിക്കോയിലാണ്. ഓക്കെ, അപ്പോൾ 2024 മിസ് യൂണിവേഴ്സ് മത്സരങ്ങൾക്ക് വേദിയായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതേതാണ്? മെക്സിക്കോ ആണ്. എത്രാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരമാണ് 2024 നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 എത്രാമത്തെയാണ്? 73ാമത്തെ മിസ് യൂണിവേഴ്സ് കിരീടമാണ് ആര് ചൂടിയത്? വിക്ടോറിയ കെയർ തെയിൽവിഗ് ചൂടിയത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. കാരണം 2024 മിസ് യൂണിവേഴ്സിൽ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് റിയ സിൻഹ എന്ന് പറയുന്ന യുവതിയാണ്. ഓക്കെ, അപ്പോൾ റിയ സിൻഹയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. ഏത് സ്വദേശിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് സ്വദേശിനിയാണ് ആരെന്ന് പറയുന്നത്? റിയ സിൻഹ. ചരിത്രത്തിൽ ആദ്യമായി മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്ത UAE പ്രതിനിധിയാണ് എമിലിയ ഡ്രോബ്രൈവ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ UAE പ്രതിനിധി പങ്കെടുക്കുന്നത്. ആ UAE പ്രതിനിധിയുടെ പേരാണ് എമിലിയ ഡ്രോബ്രൈവ എന്ന് പറയുന്നത്. എമിലിയ ഡ്രോബ്രൈവയാണ് UAEക്ക് വേണ്ടി എന്ത് ചെയ്തത്? മിസ് യൂണിവേഴ്സ് 2024 പങ്കെടുത്തത്. ഇന്ത്യക്ക് വേണ്ടിയാണെങ്കിലോ റിയ സിൻഹയാണ് ഗുജറാത്ത് സ്വദേശിനി. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. അതായത് 2024 മിസ് യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? വിക്ടോറിയ കെയർ തെയിൽവിഗ് ആണ്. ആരാണ്? വിക്ടോറിയ കെയർ തെയിൽവിഗ്. ഈ വിക്ടോറിയ കെയർ തെയിൽവിഗിനെ വിശേഷിപ്പിക്കുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പാവയുടെ സാദൃശ്യമുള്ളതിനാലാണ് ആര്? വിക്ടോറിയ കെയർ തെയിൽവിഗിനെ ഹ്യൂമൻ ബാർബി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബാർബി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വിക്ടോറിയ കെയർ തെയിൽവിഗ് ആണ്.
നമ്മൾ പറഞ്ഞു വിക്ടോറിയ കെയർ തേൽവിഗ് ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്ക് സ്വദേശിനിയാണ് വിക്ടോറിയ കെയർ തേൽവിഗ്. എവിടെ വെച്ചായിരുന്നു 2024 മിസ് യൂണിവേഴ്സ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചാണ്? മെക്സിക്കോയിൽ വെച്ചാണ് നടന്നത്. എത്രാമത്തെ ആയിരുന്നു മിസ് യൂണിവേഴ്സ് കിരീടം അവിടെ വെച്ച് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 73ാമത്തെ മിസ് കിരീടം, അതായത് മിസ് യൂണിവേഴ്സ് നടന്നത് 2024 ഇനി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആരാണ് പങ്കെടുത്തത്? ഗുജറാത്ത് സ്വദേശിനിയായ റിയ സിംഘയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. ഇനി ചരിത്രത്തിൽ ആദ്യമായി മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്ത UAE പ്രതിനിധി ആരാന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആരാണ്? എമിലിയ ഡ്രോബ്രൈവെ ആണ്. ഓക്കെ, അപ്പോ എമിലിയ ഡ്രോബ്രൈവെ ആണ് ചരിത്രത്തിൽ ആദ്യമായി UAE പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. അപ്പൊ ഇത്രയും കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ആകപ്പാടെ പറഞ്ഞത് ഏകദേശം എന്താണ്? ഈ പറയുന്ന 7 പോയിന്റ്സ് ആണ്. അപ്പോ മിസ് യൂണിവേഴ്സ് കിരീടം ആർക്കാണ് കിട്ടിയത്? വിക്ടോറിയ കെയർ തേൽവിഗ്. ഏത് സ്വദേശിയാണ്? ഡെൻമാർക്ക് സ്വദേശിയാണ്. എവിടെ വെച്ചാണ് മത്സരം നടന്നത്? മെക്സിക്കോയിൽ വെച്ചാണ്. എത്രാമത്തെയാണ്? 73ാമത്തെയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആരാണ് പങ്കെടുത്തത്? റിയ സിംഘയാണ്. ഏത് സ്ഥലത്തെ ആളായിരുന്നു റിയ സിംഘ? അത് ഗുജറാത്ത് സ്വദേശിനിയാണ്. ഓക്കെ, ഇനി ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പങ്കെടുത്തത് UAE പ്രതിനിധീകരിച്ച ആരാണ്? എമിലിയ ഡ്രോബ്രൈവ. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതായത് JCB സാഹിത്യ പുരസ്കാരം വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും PSC ഒരു ചോദ്യം ഇതിൽ നിന്നും ചോദിക്കാം. JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപമന്യു ചാറ്റർജിക്കാണ്. ഓക്കെ, ആർക്കാണ് JCB പുരസ്കാരം ലഭിച്ചത്? JCB സാഹിത്യ പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്കാണ് ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. JCB സാഹിത്യ പുരസ്കാരം ഉപമന്യു ചാറ്റർജി. ആർക്കാണ്? ഉപമന്യു ചാറ്റർജി. ഉപമന്യു ചാറ്റർജിയുടെ ഏതായിരുന്നു കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് അർഹമായത്. അപ്പോ ആർക്കാണ് JCB സാഹിത്യ പുരസ്കാരം കിട്ടിയത്? ഉപമന്യു ചാറ്റർജിക്കാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് കിട്ടിയത്? ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ദ ലൈഫ്. ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കാം. അപ്പോ ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത്? JCB പുരസ്കാരം കിട്ടിയത്. ആരുടെ കൃതിയായിരുന്നു ഇത്? അത് ഉപമന്യു ചാറ്റർജിയുടെ കൃതിയാണ്. അതായത് സാഹിത്യ സൃഷ്ടിക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന അവാർഡാണ് ഏതെന്ന് പറയുന്നത്? JCB സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്? 25 ലക്ഷം രൂപയാണ് എന്ത് ഈ പറയുന്ന സമ്മാനം തുക എന്ന് പറയുന്നത്. അപ്പോൾ പുരസ്കാര തുക എത്ര ലക്ഷം രൂപയാ? 25 ലക്ഷം രൂപയാണ് JCB സാഹിത്യ പുരസ്കാരത്തിന് ലഭിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായി 2018 JCB പുരസ്കാരം ലഭിക്കുന്നത് എഴുത്തുകാരൻ ബെന്യാമിനാണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതായിരുന്നു? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന നോവലിനാണ് ആർക്ക് കിട്ടിയത്? മലയാളത്തിൽ ആദ്യമായിട്ട് ബെന്യാമിന് എന്ത് കിട്ടുന്നത്? JCB സാഹിത്യ പുരസ്കാരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മലയാളത്തില് 2018 JCB പുരസ്കാരത്തിന് അർഹനായത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെന്യാമിനാണ്. ബെന്യാമിൻ ഏത് കൃതിക്കാണ്? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു പറയാം. JCB സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് 2024 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ഉപമന്യു ചാറ്റർജി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഇനി ഉപമന്യു ചാറ്റർജിയുടെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. ഇനി നമുക്കറിയാം, അതായത് സാഹിത്യ സൃഷ്ടിക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക കിട്ടുന്നത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JCB പുരസ്കാരത്തിനാണ്. എത്ര ലക്ഷം രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. മലയാളത്തിൽ ആദ്യമായി ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 ആർക്കാണ് മക്കളെ കിട്ടിയത്? അത് ബെന്യാമിനാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. അതേപോലെ തന്നെ S ഹരീഷിന്റെ മീശ എന്ന നോവലിനും M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾക്കും ഇതിനോടകം JCB അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ S ഹരീഷിന്റെ മീശ എന്ന നോവലിനും അതേപോലെ തന്നെ അത് 2020 M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾക്കും 2021 ഇതിനോടകം JCB അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 3 പേർക്ക്, അപ്പോൾ S ഹരീഷിന്റെ മീശ, അതേപോലെ തന്നെ 2020 എന്താണ് M മുകുന്ദന്റെ
ഡൽഹി ഗാഥകൾ 2021. അപ്പോൾ 2020 മീശ, 2021 എം മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ. അപ്പോൾ ഇത്രയും എന്താണ് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, JCB അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആദ്യം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? JCB സാഹിത്യ പുരസ്കാരം മലയാളത്തില്. അത് നമ്മുടെ ആർക്കാണ്? ഈ പറയുന്ന ബെന്യാമിനാണ്. എല്ലാം വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോക വിദ്യാർത്ഥി ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓക്കെ, അപ്പോൾ ലോക വിദ്യാർത്ഥി ദിനം ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 15-നാണ്. ഇമ്പോർട്ടന്റ് ആണ്. ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15-നാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 15. അന്നാണ് എന്തായിട്ട് ആചരിക്കുന്നത്? ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? ഒക്ടോബർ 15 എന്തായിട്ട് ആചരിക്കുന്നു? ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ലോക വിദ്യാർത്ഥി ദിനം ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 15-നാണ്. ഏത് ഇന്ത്യൻ രാഷ്ട്രപതിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു ഒക്ടോബർ 15 ആഘോഷിക്കുന്നത് വിദ്യാർത്ഥി ദിനമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് APJ അബ്ദുൽ കലാമിന്റെ എന്താണ് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. അടുത്തത് 2023 ദേശീയ ജല പുരസ്കാരങ്ങളിൽ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പഞ്ചായത്ത് ഏതാന്നുള്ളത് മക്കളെ ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. 2023 ദേശീയ ജല പുരസ്കാരങ്ങളിൽ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുത്തതാണ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ എന്ന് പറയുന്ന പഞ്ചായത്താണ്. വെരി വെരി ഇമ്പോർട്ടന്റ്, ഓർത്തു വെച്ചോ. എന്താണ്? 2023 ദേശീയ ജല പുരസ്കാരങ്ങളിൽ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുത്ത കേരളത്തിലെ പഞ്ചായത്താണ് പുല്ലമ്പാറ. പുല്ലമ്പാറ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ദേശീയ തലത്തിൽ 1-ാം സ്ഥാനം സ്വന്തമാക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഈ പറയുന്ന പുല്ലമ്പാറ എന്ന് പറയുന്നത്. രാജ്യത്തെ മികച്ച ജലസംരക്ഷണ മാതൃകകൾക്ക് കേന്ദ്ര ജലശക്തി മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണ് ഈ 2023 ദേശീയ ജല പുരസ്കാരം. മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷയാണ്. മികച്ച സംസ്ഥാനങ്ങളിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. അതേപോലെ തന്നെ എന്താണ് 3-ാം സ്ഥാനം എന്ന് പറയുന്നത് പുതുച്ചേരിയും അതേപോലെ തന്നെ ഗുജറാത്തുമാണ് പങ്കിട്ടെടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 2023 ദേശീയ ജല പുരസ്കാരങ്ങളിൽ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുത്തതാണ് പുല്ലമ്പാറ തിരുവനന്തപുരം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ദേശീയ തലത്തിൽ 1-ാം സ്ഥാനം സ്വന്തമാക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. രാജ്യത്തെ ജലസംരക്ഷണ മാതൃകകൾക്ക് 2023 ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുത്തത് ഒഡീഷയാണ്. അതേപോലെ തന്നെ 2-ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. 3 പുതുച്ചേരിയും ഗുജറാത്തുമാണ് പങ്കിട്ടെടുത്തത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റഷ്യയാണ്. എത്രാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് 2024 നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെയാണ്? നമുക്ക് അറിയാം 2024 16-ാമത്തെ ഉച്ചകോടിയാണ് റഷ്യയിൽ നടന്നത്. ഓക്കെ, അപ്പോൾ 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റഷ്യയാണ്. എത്രാമത്തെ ഉച്ചകോടിയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16-ാമത്തെ ഉച്ചകോടിയാണ് അവിടെ നടന്നത്. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 അന്ന് തന്നെയാണ് ഭരണഘടനാ ദിനമെന്നും അറിയപ്പെടുന്നത്, ദേശീയ നിയമ ദിനമെന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നവംബർ 26 ഭരണഘടനാ ദിനം, അതേപോലെ തന്നെ ദേശീയ നിയമ ദിനമായും ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അസംബ്ലി ഭരണഘടന അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചതിനെ തുടർന്ന് 1956 ജനുവരി 26 ഇത് പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ, അതായത് ഭരണഘടനാ ദിനവും അതേപോലെ തന്നെ നിയമദിനവും എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 26. ഓക്കെ, ഇനി 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രമുഖ വ്യവസായിയും ടാറ്റ സൺ മുൻ ചെയർമാനുമായ വ്യക്തിയായിരുന്നു രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രമുഖ വ്യവസായിയും ടാറ്റ സൺ മുൻ ചെയർമാനുമായ വ്യക്തിയാണ് രത്തൻ ടാറ്റ. വ്യവസായിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കരുതാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം എന്താണ് മുന്നേറ്റങ്ങൾ അദ്ദേഹം എന്താണ് വ്യാവസായിക രംഗത്ത്
നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വ്യാവസായിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രത്തൻ ടാറ്റ. അദ്ദേഹത്തിന്റെ ജനനം 1937 ഡിസംബർ 28 മുംബൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 1991 മുതൽ 2012 വരെ ടാറ്റ ഗ്രൂപ്പിന്റെ ടാറ്റ സൺസിന്റെയും ചെയർമാനായി അദ്ദേഹം ഉണ്ടായിരുന്നു. 2016 ഒക്ടോബർ മുതൽ 2017 ഫെബ്രുവരി വരെ ഇടക്കാല ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി 2000. പത്മവിഭൂഷൺ അദ്ദേഹത്തിന് നൽകിയത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2008. ഓക്കെ, അപ്പോൾ 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രമുഖ വ്യവസായിയും അതേപോലെ തന്നെ ടാറ്റ സൺ മുൻ ചെയർമാനുമായ വ്യക്തിയാണ് രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. വ്യാവസായിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ ജനനം 1937 ഡിസംബർ 28 മുംബൈയിലാണ്. 1991 മുതൽ 2012 വരെ ടാറ്റ ഗ്രൂപ്പിന്റെയും ടാറ്റ സൺസിന്റെയും ചെയർമാനായി. 2016 ഒക്ടോബർ മുതൽ 17 ഫെബ്രുവരി വരെ ഇടക്കാല ചെയർമാനായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000. പത്മവിഭൂഷൺ ആണെങ്കിലോ 2008 നൽകി ആദരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ഒന്ന് ഓർത്തു വച്ചോ. ഇതിന്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് അടുത്ത് വരുന്ന എക്സാമിൽ പ്രതീക്ഷിക്കാം. അടുത്തത് ലോക ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്? ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയുള്ള ദിവസങ്ങളിലാണ് ലോക ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോ മനുഷ്യനിർമ്മിത ഉപഗ്രഹമായ സ്പുട്നിക് 1 1957 ഒക്ടോബർ 4 വിക്ഷേപിച്ചത്. അതേപോലെ 1957 ഒക്ടോബർ 10 ബഹിരാകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന്റെയും ഓർമ്മയ്ക്കാണ് ബഹിരാകാശ വാരം ആഘോഷിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒക്ടോബർ 4 ടു അതേപോലെ തന്നെ ഒക്ടോബർ 10 എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് സ്പുട്നിക് 1 എന്ന് പറയുന്നത്. ഈ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1957 ഒക്ടോബർ 4. അതും അതേപോലെ തന്നെ എന്താണ് ആദ്യമായിട്ട് ഇന്ത്യ ബഹിരാകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും എന്നാണ് ഈ പറയുന്ന ഒക്ടോബർ 10 ആണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒക്ടോബർ 4 ടു ഒക്ടോബർ 10 എന്ത് ദിനമായിട്ട്, ലോക ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ലോക ബഹിരാകാശ ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 4 ടു ഒക്ടോബർ 10. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് എന്നാണ് 1957 ഒക്ടോബർ 4. അതേപോലെ തന്നെ ഇന്ത്യ ആദ്യമായിട്ടൊരു ബഹിരാകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോ 1957 ഒക്ടോബർ 10. ഇതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒക്ടോബർ 4 ടു 10 എന്തായിട്ട് ലോക ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക അധ്യാപക ദിനം? ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. 2024 10 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയാണ് അടുത്ത ചോദ്യം. 2024 10 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയുടെ പേരാണ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ആ കണ്ണാടയൊക്കെ ഉള്ള ആ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, സ്വച്ഛ് ഭാരത് മിഷൻ. അത് 2014 ഗാന്ധി ജയന്തി ദിനത്തിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, രാജ്യവ്യാപകമായിട്ട് തുടങ്ങിയത്. അതിന്റെ 10ാമത്തെ വർഷമാണ് 2024. ചിലപ്പോൾ എങ്ങാനും ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ചോദ്യം എന്ന് ചോദിച്ചാൽ 2024 10 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയുടെ പേര് താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. ഏതാണ്? സ്വച്ഛ് ഭാരത് മിഷൻ ആണ്. ഓക്കെ, അപ്പൊ സ്വച്ഛ് ഭാരത് മിഷൻ ആണ് 2024 10 വർഷം പൂർത്തിയാക്കുന്ന ശുചിത്വ കർമ്മ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 2024 സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീട ജേതാക്കളാണ് ഇന്ത്യ. ഫൈനലിൽ ബംഗ്ലാദേശിനെ എതിരില്ലാതെ 2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കിരീടം സ്വന്തമാക്കുന്നത്. അപ്പോൾ 2024 സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീട ജേതാക്കൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇന്ത്യ ആയതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ 2024 സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീട ജേതാക്കളാണ് ആരെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, 2024 സാഫ് അണ്ടർ 17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്, ഭൂട്ടാനാണ് 2024 സാഫ് അണ്ടർ 17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഭൂട്ടാനാണ്. ഓക്കെ, അടുത്തതാണ് 63ാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോൾ 63ാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ലയാണ് തിരുവനന്തപുരം. 2024 ഒക്ടോബറിൽ അന്തരിച്ച ആകാശവാണി മുൻ വാർത്താ അവതാരകനാണ് എം രാമചന്ദ്രൻ. നമ്മൾ ഒത്തിരി തവണ കേട്ടതാണ് അദ്ദേഹത്തിന്റെ വാർത്തകൾ വായിക്കുന്നത് എം രാമചന്ദ്രൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് 2024 ഒക്ടോബറിൽ അന്തരിച്ച ആകാശവാണി മുൻ വാർത്താ അവതാരകനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം രാമചന്ദ്രനാണ്. ഇന്ത്യൻ വ്യോമസേന ദിനം ആചരിക്കുന്നത് ഒക്ടോബർ 8-ലാണ് ഇന്ത്യൻ വ്യോമസേന ദിനം ആചരിക്കുന്നത്. ഇനി 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അശോകൻ ചെരുവിലാണ്. ഓക്കെ, അപ്പോൾ 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോകൻ ചെരുവിലാണ്. 2024 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അശോകൻ ചെരുവിലാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 വയലാർ സാഹിത്യ പുരസ്കാരം അശോകൻ ചെരുവിൽ. അദ്ദേഹത്തിന്റെ ഏതാണ് നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് അശോകൻ ചെരുവിന് എന്ത് കിട്ടിയത്? ഈ പറയുന്ന വയലാർ സാഹിത്യ പുരസ്കാരം കിട്ടിയത്. 2023 ആണെങ്കിൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ആ ഒരു ചോദ്യം. ആർക്കാണ്? ഈ പറയുന്ന 2023 വയലാർ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായിരുന്നു ഏതെന്ന് പറയുന്നത് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്തേണ്ട PSC ഈ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ എന്ത് ചെയ്തേണ്ട ചോദിച്ചു വന്നേക്കുന്നതാണ്. അപ്പോൾ ഓർത്തു വെച്ചോ, 2023 ശ്രീകുമാരൻ തമ്പി, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. 2024 വയലാർ പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് അശോകൻ ചെരുവിലാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഏതെന്ന് പറയുന്ന നോവൽ ഈ പറയുന്ന കാട്ടൂർ കടവ് എന്ന് പറയുന്നത്. അടുത്തത് ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 10 ലോക തപാൽ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 10. 2024 150 വർഷമാണ് തികയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലോക തപാൽ ദിനം ആചരിക്കുന്നു. അപ്പോൾ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ എത്രയാണ് ഈ പറയുന്ന അതായത് 150 വർഷമാണ് ഈ പറയുന്ന തപാലിന്റെ തുടങ്ങിയിട്ട് ആകുന്നത്. ഓക്കെ, 1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ 150ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്. അപ്പോൾ ചിലപ്പോൾ എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ. ഓക്കെ, അപ്പോൾ എന്താണ് 150 years ഓഫ് enabling കമ്മ്യൂണിക്കേഷൻ ആൻഡ് എംപവറിംഗ് പീപ്പിൾ അക്രോസ് നേഷൻ എന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചോ. ചിലപ്പോൾ എങ്ങാനും ഇതിന്റെ തീമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എഴുതേണ്ടതാണ്. ഓക്കെ, 2024 ഒക്ടോബറിൽ ജിംനാസ്റ്റിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീപ കർമാക്കർ ആണ്. ഓക്കെ, ത്രിപുര അഗർത്തല സ്വദേശിയാണ് ആരെന്ന് പറയുന്നത് ദീപ കർമാക്കർ. അപ്പോൾ 2024 ഒക്ടോബറിൽ ജിംനാസ്റ്റിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാണ് ദീപ കർമാക്കർ. ത്രിപുര അഗർത്തല സ്വദേശിയാണ്. ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന നേട്ടം 2016 സ്വന്തമാക്കിയാണ് ദീപ കർമാക്കർ. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, 2024 ഒക്ടോബറിൽ ജിംനാസ്റ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരമേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീപ കർമാക്കർ ആണ്. അതേപോലെ തന്നെ ഒളിമ്പിക്സ് ജിംനാസ്റ്റിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരവുമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ദീപ കർമാക്കർ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യമാണ് ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 10. ദേശീയ തലത്തിൽ ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പങ്കിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായി ദേശീയ തപാൽ ദിനം അല്ലെങ്കിൽ ദേശീയ ഇന്ത്യൻ തപാൽ ദിനം ആഘോഷിക്കുന്നത്. അടുത്തത് 2024 ലോക കാഴ്ച ദിനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒക്ടോബർ 10. 2024 ലോക കാഴ്ച ദിനം ഒക്ടോബർ 10. 2024 ലോക കാഴ്ച ദിനത്തിന്റെ എന്തായിരുന്നു തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിൽഡ്രൻ ലവ് യുവർ ഐസ് എന്നതാണ് എന്തിന്റെ 2024 ഈ പറയുന്ന നമ്മുടെ എന്തിന്റെ അതായത് ലോക കാഴ്ച ദിനത്തിന്റെ തീമാണ് ചിൽഡ്രൻ ലവ് യുവർ ഐസ്. ഓക്കെ, നമ്മുടെ കണ്ണുകളുടെയും കാഴ്ചയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനും കാഴ്ച വൈകല്യത്തെയും അന്ധതയും കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും നേത്രകാഴ്ച സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ചിൽഡ്രൻ ലവ് യുവർ ഐസ് എന്ന് പറയുന്നത് എന്തിന്റെ തീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോക കാഴ്ച ദിനത്തിന്റെ ആണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 10. ഓക്കെ,
അടുത്തത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയതാണ് ആശാ ശോഭന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയത് ആശാ ശോഭനയാണ്. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോർദാനാണ്. ഓർത്തു വെച്ചോ, കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജോർദാനാണ്. അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 11. തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേൾ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ആണ് എന്തിൻ്റെ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിന്റെ എന്തെന്ന് പറയുന്നത് തീം എന്ന് പറയുന്നത്. എന്താണ്? ഗേൾ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ആണ്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നു. ഓർത്തു വെച്ചോ, പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നു. അടുത്തത് ലോക വയോജന ദിനം ആഘോഷിക്കുന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒക്ടോബർ 1 ലോക വയോജന ദിനം ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോക രക്തദാന ദിനം എന്നാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ എന്താന്നുള്ളതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ആൻസർ. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അതായത് ലോക രക്തദാന ദിനം എന്നാന്നുള്ളത് താഴെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി 2024 സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായിരുന്നു കണ്ണൂർ. അതേപോലെ തന്നെ വേൾഡ് ഇൻഡെക്സിൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 39ാമത്തെ റാങ്കാണ്. അപ്പോൾ വേൾഡ് ഇൻഡെക്സിൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 39. 1ാം റാങ്ക് സ്വിറ്റ്സർലൻഡിനാണ്, 2ാം റാങ്ക് സ്വീഡനാണ്, 3ാം റാങ്ക് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കാണ്. ഓക്കെ, അടുത്തത് തമിഴ്നാടിന്റെ പുതിയ ഉപമുഖ്യമന്ത്രി ആരാണ്? അത് ഉദയനിധി സ്റ്റാലിൻ ആണ് തമിഴ്നാടിന്റെ പുതിയ ഉപമുഖ്യമന്ത്രി. അടുത്തിടെ അമേരിക്കയിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഹെലൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് അമേരിക്കയിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹെലൻ ആണ്. തമിഴ്നാടിന്റെ പുതിയ ഉപമുഖ്യമന്ത്രി ആരാണ്? ഉദയനിധി സ്റ്റാലിൻ ആണ്. ഓക്കെ, 2022 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി. അപ്പോൾ മിഥുൻ ചക്രവർത്തി എത്രാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? മിഥുൻ ചക്രവർത്തി. 2021 അവാർഡ് നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഹീദ റഹ്മാൻ ആണ്. ഇനി അവസാനത്തെ ചോദ്യമാണ്, സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ആരെന്ന് പറയുന്നത്? KT ജലീലാണ്. ഓക്കെ, അപ്പോൾ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KT ജലീലാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് KT ജലീൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അതായത് ഇന്നത്തെ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഓരോന്നും, കാരണം നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അത് അന്നാന്ന് തന്നെ എഴുതിയെടുക്കുകയാണെങ്കിൽ അവസാനം നമ്മുടെ ഈ മന്ത്ലി ഒരു മാരത്തോൺ കറണ്ട് അഫയേഴ്സിന്റെ അകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്പെടും. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം കണ്ടതിന് ശേഷം ഒരു 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാം പുതിയ പുതിയ പേരുകളൊക്കെയാണ്. അപ്പോൾ 2 പ്രാവശ്യം കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നോട്ട് PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ ഉണ്ടാവും, അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ തന്നെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ 20ൽ ഒരു 15ന് മുകളിലുള്ള മാർക്കിലേക്ക് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാംസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നിലവിൽ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 20-22ഓളം ക്ലാസ്സുകളാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്തോ. അതിൻ്റെ ലിങ്ക്, ക്ലാസിൻ്റെ ലിങ്കും അതേപോലെ തന്നെ നോട്ട് കിട്ടുന്നതിന് വേണ്ടി ടെലഗ്രാമിൻ്റെ ലിങ്കും നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒന്ന് പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസിന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ LDCക്ക് എങ്ങനെയാണോ നമ്മളെ
നമ്മുടെ അടുത്ത് നിങ്ങൾ നിന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ബാച്ചും വളരെ വിജയകരമാക്കി തീർക്കണം. ഫുൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും PDF നോട്ടുമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഇതിൻ്റെ അത് ജോയിൻ ചെയ്യാം, ഒരു നഷ്ടമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.